ആ ഓ തെറ്റെന്ത് ഡാൻസാ കുട്ടികളാക്കുന്ന. ഇത് ഷോർട്സിലിടാം, അപ്പോൾ വൈറലാവില്ലോ. അല്ലെങ്കിൽ എൻ്റെ മോള് ഇന്ന് തന്നെ യൂട്യൂബ് ചാനൽ ഉണ്ടാക്കി, അപ്പം ഇനി ഒരു ദിവസത്തിൽ തന്നെ വൈറലാവും. നോക്കാം. അപ്പോൾ ഇനി ഞാൻ വൈറലാവും. ഇനി എൻ്റെ മോൻ വരണമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇനി ഇതെല്ലാം എഡിറ്റ് ചെയ്യുന്നു. ഓൾക്ക് എന്താ അറിയാൻ, ഓള് BSc അല്ലേ പഠിക്കുന്നത്, CBSE ഒന്നുമല്ലല്ലോ. എന്ത് പറയാനാ. അതില്ല അമ്മ എന്താ പറഞ്ഞേ? അത് എൻ്റെ മോന് എത്ര നാളെ വന്നിട്ട് ഞാൻ ഓനെ കാത്തിരിക്കുന്നു. എൻ്റെ കയ്യിലെന്താണെന്നറിയില്ല, നല്ല നീര്. അതില്ലേ, എനിക്ക് ചെവീൻ്റെ ഒരു പ്രശ്നമൊന്നുമില്ല, എനിക്ക് കേട്ടീന്. അതില്ലേ, ഞാൻ എവിടെ പോയിട്ട് അമ്മ ഞാൻ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യണ്ടേ? ഞാൻ CBSE ആണെങ്കിലും ഏതെങ്കിലും ആണെങ്കിലും ഞാൻ അങ്ങനെ ചെയ്യും. വേണമെങ്കിൽ നിങ്ങളുടെ മോൻ്റെ അടുത്ത് ചോദിക്ക്. അതില്ല, നിങ്ങളുടെ കൂട്ടുകാർ ശുഷയില്ല, ഓരല്ലേ ഇപ്പോൾ ഓരോ മോളൊന്നും എഡിറ്റ് ഒന്നും ചെയ്യുന്നില്ല. അന്നെ പഠിച്ചിട്ട് എന്ത് കാര്യം? ഒരു ഡോക്ടർമാരോ അല്ലെങ്കിൽ ആരെങ്കിലും ആവട്ടെ, അന്നെ പറഞ്ഞുകൊണ്ടിരിക്കും. ഞാൻ ഇപ്പോൾ ഒരു വീഡിയോ ഉണ്ടാക്കീനി, അതൊന്ന് എഡിറ്റ് ചെയ്താൽ മതിയെന്നാണ് ഞാൻ പറഞ്ഞത്. ഞാൻ എൻ്റെ കാലത്തിൽ എന്ത് എഡിറ്റ് ചെയ്യുന്നു, പിന്നെ ഇങ്ങനത്തെ ജോലി ഇതെല്ലാം ചെയ്തിട്ടല്ലേ എൻ്റെ കൈ ഇതെല്ലാം നീരെ. അപ്പം എനിക്കിങ്ങനെ എഡിറ്റ് ചെയ്യാൻ എനിക്ക് ഇന്നല്ലേ ചാനൽ ഉണ്ടാക്കിയത്. പിന്നെ ഒരു കാര്യം പറയാനുണ്ട്. എന്നെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. സുഷീൻ്റെ മുകളിൽ നിന്ന് നോക്കിയ ഇങ്ങനത്തെ ഡോക്ടർമാർ ഇവിടെ ബിസിനസ്സിൽ ഓരെല്ലാം അങ്ങനെയാണ്. നീ ആണെങ്കിലോ യൂട്യൂബ്, ഇത് അമ്മമാർക്ക് മാത്രമേ യൂട്യൂബ് ഉണ്ടാക്കുന്നേ. നീ ഒന്ന് വർക്കിൽ പോയി നോക്കിയാൽ എൻ്റെ മോനിപ്പോൾ വർക്കില്ല. കല്യാണം കഴിഞ്ഞിട്ട് നിൻ്റെ അനിയൻ അവിടെ വർക്കിലല്ല. ഓൻ്റെ ഭാര്യേൻ്റെ കൂടെ തന്നെയാണെന്ന് എനിക്കറിയാം. ഓൻ്റെ ഭാര്യ ഇവിടെ വരില്ല. അപ്പം ഞാൻ കാണിച്ചു തരാടി. ഞാൻ പറയുന്നത് ഇങ്ങോട്ട് വാ. നിനക്കറിയാലോ സിമി, നിൻ്റെ അനിയൻ്റെ മോള്, നിൻ്റെ അനിയൻ്റെ ഭാര്യ. നിൻ്റെ അനിയൻ്റെ ഭാര്യ എന്താ പറഞ്ഞതെന്നറിയോ? എൻ്റെ മുഖൻ്റെ അടുത്ത് എന്താ പറഞ്ഞതെന്നറിയോ? സിമ്മിൻ്റെ അമ്മ ഇവിടെ വരട്ടെ, ഞാൻ എന്താ കാണിക്കുന്നറിയാം, എന്തെങ്കിലും എടുത്തിട്ട് ഞാൻ ഒന്ന് തലക്കേരുവെന്നാണ് വിചാരിക്കുന്നത് സിമ്മിൻ്റെ അടുത്ത്. അമ്മ ഇതൊന്നും പറഞ്ഞ പോലെ സിമ്മിൻ്റെ വീട്ടിൽ ഞാൻ വന്നിട്ടു ഓനെന്നെ വിളിച്ചിട്ടില്ലല്ലോ. ഓനെ വിളിക്കൂല, ഓൻ്റെ ഭാര്യേൻ്റെ കൂടെ തന്നെ എന്തെല്ലാം നല്ല മേക്കപ്പ് പ്രോഡക്റ്റ്സ് ഇവിടെ വരുന്നു. പിന്നെ ഓനെ വിളിക്കാനാ പറഞ്ഞ ചേച്ചി അവിടെ വെക്ക്, ഇവിടെ വെക്ക്, അവിടെ വെക്ക് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. അവിടെ അല്ലേ വെച്ചിനി. പക്ഷെ എൻ്റെ അടുത്ത് ഹായ് ആയിട്ട് പറഞ്ഞിനി. ഞാൻ വന്നിട്ട് ഞാൻ ഓനെ കോൾ ചെയ്തിനി, ഞാൻ നാളെ വരുന്നുണ്ട്. അപ്പോൾ ഓനായിട്ട് കോൾ ചെയ്തിനാ? ഇല്ലല്ലോ. അതല്ലേ എൻ്റെ കാര്യം. നിങ്ങളിപ്പോൾ അങ്ങനെ തന്നെ ചെയ്തുകൊണ്ടിരുന്നു. ഞാനില്ല, യൂട്യൂബിൻ്റെ ഒരു പണിയുണ്ട്, അതൊന്നാക്കിയിട്ട് വരാം. എടി അതെന്താടി നീ ഒന്ന് എൻ്റെ അടുത്ത് പറയുക? എനിക്കത് വേണം. അമ്മ ഞാനല്ലേ ചെയ്തോളാം. ഇപ്പം എനിക്ക് ലിപ്സ്റ്റിക്സിൻ്റെ റിവ്യൂസ് എല്ലാം ഉണ്ട്, അതൊന്നും ചെയ്യട്ടെ. നീ ചെയ്തിട്ട് വാ. മേക്കപ്പിൻ്റെ റിവ്യൂസ്, എത്ര മേക്കപ്പിൻ്റെ റിവ്യൂസ്? എപ്പോഴും മേക്കപ്പല്ലേ. കേട്ടെ, ഇതിൻ്റെ മസ്കാര അല്ലേ, മേക്കപ്പ് ഫോർ എവർ. മേക്കപ്പ് എന്ത് ഫോർ എവർ? ഇത് നല്ലുണ്ട് കാണാൻ. ഇതെൻ്റെ ഫ്രണ്ട് ഉണ്ടെന്നല്ലേ, ഫസ്റ്റ് ചെയ്യാം. ഏതാ ചെറുത്? അതല്ല ചെറുത്, അത് ചെയ്യാം. ഇതുണ്ടല്ലോ, അപ്പം ഇതല്ലേ ചെറുത്, ഇതൊക്കെ ചെയ്യാം. സ്റ്റാർട്ടിങ് ആണ് മേക്കപ്പ് ഒക്കെ അല്ലേ. ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, സോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നാണ് നമ്മളുടെ മേക്കപ്പ് റിവ്യൂസ് ചെയ്യാൻ പോകുന്നത്.
അപ്പോൾ മേക്കപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങളെല്ലാവരും റിക്വസ്റ്റ് ചെയ്യാന്നാണ് ഈ മേക്കപ്പിൻ്റെ റിവ്യൂസ് ആക്കാൻ. അപ്പോൾ ഈ മേക്കപ്പ് റിവ്യൂസ് ആക്കുന്നതിൽ ഒരു കാര്യം പറയാനുണ്ട്. ഒരു സ്പെഷ്യൽ ഇതുണ്ട്, ഡേ ആണ് ഇന്ന്, മദേഴ്സ് ഡേ ആണ്. അമ്മമാരെക്കുറിച്ച് പറയുന്ന നമുക്ക് ഒരു സാധ്യതയൊന്നുമില്ല. നമ്മൾ ഓരോ സ്നേഹിക്കുക, ഓരോ എന്തെങ്കിലും ചെയ്യുക, അങ്ങനെയാണ്. അപ്പോൾ മദേഴ്സ് ഡേ ഓൾ ടു മോംസ് ഇൻ ദ വേൾഡ്. അപ്പോൾ അമ്മമാരെക്കുറിച്ച് പറയാനാണെങ്കിൽ നമ്മൾ ഓരോതിൽ എന്താ ചെയ്യുന്ന അത് നമ്മൾ സഹായിച്ചു കൊടുക്കണം, അതല്ലേ ചെയ്യണോ, അതിലല്ലേ നമ്മുടെ പണി. അതില്ല. അപ്പോൾ നമ്മളുടെ മേക്കപ്പ് റിവ്യൂസ് സ്റ്റാർട്ട് ചെയ്യാം. ഡി അതിങ്ങോട്ട് വന്നേ. എന്താ അമ്മ എൻ്റെ മേക്കപ്പ് റിവ്യൂസ് ചെയ്യുന്ന? എന്താ? ഓ എന്താന്നാ നിൻ്റെ അച്ഛനതാ ഇവിടുന്ന് വിളിക്കുന്നത്, ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കില്ല. പിന്നെ ഞാൻ എന്ത് പറയാനാ എടി, നിനക്കറിയാലോ ഈ നിൻ്റെ അച്ഛനറിയാലോ യൂട്യൂബറിന് എന്താണെന്നറിയില്ല. നീ ഒന്നും പറയണ്ട, ഞാനല്ല ചെയ്തോളൂ. അതില്ലേ ഞാൻ അച്ഛൻ യൂട്യൂബ് ഉണ്ടാക്കുന്നവരില്ലേ, നിൻ്റെ അച്ഛനും പുറത്തുനിന്ന് കഴിക്കുന്നത്. എനിക്ക് എന്താണെന്ന് വിചാരിക്കുന്നറിയില്ലേ, ഞാൻ ഇപ്പോൾ കിച്ചണിലോട്ട് പോകുന്നതാണെങ്കിൽ ഒരു കാര്യമില്ല, ഞാൻ ബെഡിൽ തന്നെ ഉണ്ടായിരുന്നു. അതില്ലേ നിൻ്റെ അച്ഛന് ഇതൊന്നും അറിയില്ല. നിൻ്റെ അച്ഛന് 3 മണിക്കൂറായിട്ട് ഇവിടെ വരൂ. വന്നാൽ നീ ഒന്നും പറയണ്ട കേട്ടോ. അതിന് ഞാനെന്തിനാ പറയുന്നത്? അതിൻ്റെ ഒരു ബെസ്റ്റ് കാര്യമില്ല. അമ്മ ഇപ്പോൾ പോയാനാണ് മേക്കപ്പ് റിവ്യൂസിനാക്കട്ടെ. അല്ലെങ്കിൽ ചേട്ടൻ വന്നാൽ ഇത് ചെയ്തെടുക്കാൻ കട്ടാക്കാൻ അമ്മൻ്റെ വോയിസും വന്നിട്ട് ഇത് സേവ് ചെയ്യാം, പിന്നെ അപ്ലോഡ് ചെയ്യാം ചേട്ടൻ വന്നാൽ. ഞാൻ കളിക്കൂ. ഓക്കെ, മേക്കപ്പ് റിവ്യൂസ് ആക്കാം. അമ്മ എന്താ ഇവിടെ വെക്കുന്ന? അതില്ല, ഒന്ന് പോയാൽ എനിക്കിവിടെ മേക്കപ്പ് റിവ്യൂസ് ആക്കുന്നുണ്ട്. ഇന്നിനങ്ങനെ കാണുന്നേ? അതില്ല, ഞാൻ കാണുന്നില്ലോ, നിന്നെ കാണുന്നല്ലേ എപ്പോഴും. കൊച്ചിൻ്റെ നോക്കിയ മുഖം എല്ലാം ലിപ്സ്റ്റിക്കും ഇതെല്ലാം ഇട്ടിട്ട് നോക്കിയ കറുത്തിലോലുണ്ട്. സുഷയിൽ വിചാരിച്ചിട്ട് എന്തായിരിക്കും പറയാനേ? ഓ സുഷ അമ്മായി, അമ്മായി എന്തെങ്കിലും ചെയ്യട്ടെ, എനിക്കൊരു കാര്യമില്ല. അല്ലെ കറുത്തല്ല സാരില്ല, എനിക്കൊരു കാര്യമില്ല. നീ അമ്മ ഒന്ന് പോയെന്ന്. നിൻ്റെ അച്ഛൻ്റെ നാക്കെന്നടി കിട്ടീനെ എനിക്ക്. എന്ത് പറയാനാ എടി, നീ ഏത് ടീഷർട്ട് ഇട്ടീനെ? സാറി, നിൻ്റെ മേക്കപ്പ് അച്ഛൻ അളൗഡൊന്നും ഇല്ലല്ലോ. ഏത് ടീഷർട്ട് ഇട്ടേ? ബെസ്റ്റ്. ആ ടീഷർട്ട് തന്നെ 2 ടീഷർട്ടാണ് മേടിച്ച് വെച്ചിന്. ഒന്ന് നീ ഇട്ട്, ഇപ്പം ആ സെയിം തന്നെ നിൻ്റെ അച്ഛനും ഇട്ടിന്. നന്നായി. ഇനി 2 കളിമ്പന്നേക്കും കിട്ടാൻ. അതൊന്നും സാരല്ല, അച്ഛൻ കളിമ്പ് ഞാനല്ല പറഞ്ഞോളൂ. നിങ്ങളെന്തിനാ പഠിക്കുന്നത്? ഞാനൊന്നും പറയുന്നില്ല. അതില്ല, നിൻ്റെ യൂട്യൂബ് ഇതെല്ലാം എനിക്ക് ഫോൺ തിരിച്ചു തരണം. എനിക്ക് ഇതില്ല, എനിക്ക് എൻ്റെ മേക്കപ്പ് റിവ്യൂസ് എന്നല്ല, എൻ്റെ ഇത് ചെയ്യാനുണ്ട്. കുറേ ഷോർട്സ് ചെയ്തിട്ട് വൈറലാവും മോളെ, വൈറൽ. അമ്മൻ്റെ ഒരു വൈറൽ. തേജ അമ്മേനെ ഒന്ന് വീഡിയോ എടുത്തോട്ടെ. നീ വീഡിയോ എല്ലാം എടുത്തോ, ഞാൻ കാണുന്നുണ്ടോ? ഓക്കെ, ഓക്കെ. ഏത് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാം? ഇത് സ്റ്റാർട്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മളുടെ മേക്കപ്പ് റിവ്യൂസ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് ഇത് ഒരു വാസ്ലിനാണ്. നമ്മളുടെ ഇപ്പോൾ ഡ്രൈ സ്കിന്നാണെങ്കിലും എന്താണെങ്കിലും നമ്മളുടെ ഇപ്പോൾ ലിപ്സിനെല്ലാം ഡ്രൈ ആയിട്ടില്ല, അതുകൊണ്ട് ഇത് തേക്കുന്നതാണ്. അപ്പോൾ ഇത് കണ്ട, ഇതിൻ്റെ സ്മോൾ കണ്ടെയ്നറാണ്. ഇത് അത്ര ക്യൂട്ടാണ് ഗൈസ്, നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും കിട്ടുക. എനിക്ക് ഇഷ്ടപ്പെട്ടതിന് ഇത് ഇത്ര സ്മോളാണ്, വലിയ പാക്കറ്റിൽ വരും. അപ്പോൾ ഇങ്ങനത്തെ നിങ്ങൾക്ക് ലിപ്സ്റ്റിക്സ് വേണമെങ്കിൽ എൻ്റെ ഇവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എവിടെയില്ല, ഇവിടെ ഉണ്ട്, അതിൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക, അപ്പോൾ കിട്ടും. പിന്നെ എന്തെല്ലാം ഇത് കഴിഞ്ഞ് ഇത്. അപ്പോൾ ഇതാണ് എൻ്റെ ഫ്രണ്ട് കൊടുത്തയച്ചത്, ഹെൻഡ്രിത്ത. അപ്പോൾ ഇതാ എങ്ങനത്തെയാണ് കണ്ട. അമ്മ വിചാരിക്കുന്നത് ഞാനിത് ആരുടെങ്കിലും എടുത്തിട്ടാണ് വന്നത്, അതൊന്നും എടുത്തല്ല. എൻ്റെ ഫ്രണ്ട് ഇത് ഞാൻ ചോദിച്ചതാ, അപ്പം ഫ്രണ്ട് എടുത്തോണ്ട് വന്ന്. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം, എനിക്ക് ഇഷ്ടപ്പെട്ടീനെ. ഓക്കെ ഗൈസ്, ഇത് നല്ല ബ്ലെൻഡ് ആവുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ റിവ്യൂസ് ഫസ്റ്റ് ഇതെല്ലാം പറഞ്ഞിട്ട്
ഞാൻ റിവ്യൂസ് എല്ലാം പറയാം അതിൻ്റെ കുറച്ച്. അപ്പോൾ ഇതാണ് വേറെ ലിപ് ബാം. ഇതിൻ്റെ ഞാൻ ബാംഗ്ലൂരിനാണ് മേടിച്ചത്. നമ്മൾ ബാംഗ്ലൂരിലാണ് ലിവ് ചെയ്യല്ലേ, അപ്പോൾ നമ്മൾ എങ്ങനെയാണ് മേടിച്ചത്. ഇതിൻ്റെ കമ്പനിയാണ് സുവി എന്ന് പറഞ്ഞ ഒരു കമ്പനി. അപ്പോൾ ഇതാ ഇവിടെ എഴുതിക്ക് സുമി. ഇതാണ് സ്ട്രോബെറി ഫ്ലേവറിൻ്റെ ലിപ് ബാം. ഇത് കളറൊന്നും വരൂല ആക്ച്വലി, പക്ഷെ ഇട്ടാൽ കുറച്ചൊറ്റ വരൂല. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടാണ് ഇത്. അപ്പോൾ അതിൻ്റെ റിവ്യൂസും പറയാം. പിന്നെ നമ്മളുടെ ലാസ്റ്റ് അല്ല, കുറച്ചുണ്ട്, രണ്ടെണ്ണം ഉണ്ട്. അപ്പോൾ ഇതാണ് ഒന്ന്. ഇതാണ് നമ്മളുടെ ലോങ് ലാസ്റ്റിംഗ് ലിപ് കളർ റോസ് പിങ്കാണ്. ഇപ്പോൾ ഇത് നമ്മളുടെ ലിപ്സിൽ ഇട്ടാൽ ഒരു 5 മിനിറ്റോ 10 മിനിറ്റോ 8 മിനിറ്റ് വെയിറ്റ് ചെയ്താൽ മതി. അത് ഡ്രൈ ആയാൽ പീൽ ചെയ്താൽ മതി. അപ്പോൾ ഒരു ലിപ് സ്റ്റെയിൻ ഒന്നും ഉണ്ടാവില്ല. നിങ്ങളിപ്പോൾ കുടിക്കുന്നതാണെങ്കിൽ നിങ്ങളുടെ ഗ്ലാസ്സിലൊന്നും ഇടാവില്ല. അപ്പോൾ ഇത് മേടിക്കണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഉണ്ടാവും. ഓക്കെ. പിന്നെ ഇതാണ് നമ്മളുടെ സ്മോക്കിയ ഇതല്ല, ഇതാണ് നമ്മളുടെ മസ്കാര. ഇതിൻ്റെ തുറക്കാത്ത ഇതാണ് മസ്കാര. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ മസ്കാര എന്ന് പറഞ്ഞില്ലേ, മസ്റ്റാ. അപ്പം ഇതിൻ്റെ റിവ്യൂസ് ചെയ്യാം. അപ്പോൾ ഇത് ഫസ്റ്റ് ഇതിൻ്റെ റിവ്യൂ ആയിരുന്നു. ഇതിൻ്റെ ഓക്കെയാണ്. കയ്യിലെല്ലാം പറ്റുന്നില്ല. അതിൻ്റെ ഒരു ഇങ്ങനെ എന്തോ ഒരു ലിപ് ബാമിൽ ഇടുന്ന പോലെ അതിൻ്റെ ഒരു ഫീലിംഗ് ഉണ്ടോ കയ്യിൽ. അപ്പോൾ നമുക്ക് ഏതാനൊന്നും പറ്റൂല. അപ്പം ഇതാണെങ്കിൽ അപ്പം ഇതിൻ്റെ റിവ്യൂ എന്താണെന്നറിയില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ആ റിവ്യൂ കാണണമെങ്കിൽ എൻ്റെ വേറെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഇതാണ് ലിപ് ബാം. ഇത് അത്ര സ്മൂത്ത്ലി ആണ്. പിന്നെ ഇതിൻ്റെ കളർ നോക്കിയത് ആനിമേൻ്റെ ഒരു ലിപ്സ്റ്റിക്കാണ്. അപ്പോൾ ഇത് അത്ര സ്മൂത്താണ്, നമ്മൾ ബ്ലെൻഡ് ചെയ്യൂ. അപ്പം എനിക്കിത് ഇഷ്ടപ്പെട്ടിന്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഞാൻ വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുക. അപ്പോൾ ഇതാണെങ്കിൽ എൻ്റെ ഫസ്റ്റ് എന്നല്ല സെക്കൻഡ് മോസ്റ്റ് ഫേവറേറ്റാണ് ഇത് സ്ട്രോബെറി ആയതുകൊണ്ട് എനിക്ക് സ്ട്രോബെറി ഇഷ്ടമാണ്. എല്ലാവർക്കും ഇഷ്ടമാണല്ലോ. അതുകൊണ്ട് അത് ഓക്കെ ആയിരുന്നു. ഇതാണെങ്കിൽ ഒരു ഓക്കെ തന്നെ, അത്രയൊന്നും ഇല്ല, പക്ഷേ ഓക്കെ. അപ്പം ഇതാണെങ്കിൽ മസ്കാര. അതിൻ്റെ പറ്റിയിട്ടൊന്നും പറയാം, നമ്മളെല്ലാവരും മസ്കാര ഇടുന്നല്ലേ. അപ്പം അതിൻ്റെ ഒരു കാര്യമുള്ളൂ. അപ്പം ഇതെൻ്റെ എല്ലാം മേക്കപ്പ് റിവ്യൂസ് ചെയ്ത് കഴിഞ്ഞു ഗൈസ്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ബൈ. കഴിഞ്ഞു. എത്ര നാളായി ഇത് ചെയ്തിട്ട്. പിന്നെ അമ്മൻ്റെ എന്തോ ഇതിൽ ചെയ്യാനില്ല, എന്ത് പറയാൻ, ഷോർട്സ് ചെയ്തോ. അതെല്ലാം മേക്കപ്പ് റിവ്യൂസ് ആണല്ലേ. എടി ഇത് നല്ല ഉണ്ടല്ലോ, നിൻ്റെ ഫ്രണ്ട് വെച്ച് നീ അടിച്ച് മാറ്റോല എനിക്കൊരു തോന്നലുണ്ട്. പിന്നെ അതില്ലേ നിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് പിന്നെ എനിക്ക് ചെയ്യാൻ പറ്റുമോ? അതല്ല പിന്നെ അപ്ലോഡ് ചെയ്തോളെ. നിങ്ങളുടെ യൂട്യൂബ് നാക്കിയേ നാക്കിയിട്ട് നിർത്ത്. എവിടെയാ പോകുന്ന തമ്പുരാണി? അതില്ലേ എൻ്റെ ടീഷർട്ട് ആരാ ഇടാന് പറഞ്ഞേ? അതില്ലേ അതൊന്നും കാണിക്കണ്ട. നമുക്ക് എനിക്ക് വേണമെങ്കിൽ 2 ടീഷർട്ട് എടുക്കാം. ഇത് കീറിയാൽ വരെ നീ ആ ടീഷർട്ട് കഴിച്ച എന്താ അതില്ലേ നിൻ്റെ മോന് കാനഡയിൽ, അതിന് മീശ വളർത്തിനോന്ന് എനിക്കറിയില്ല. അതില്ല, നമ്മളെല്ലാവരും ആണെങ്കിൽ മീശ വളർത്തുന്ന അവനുണ്ടാവും പറഞ്ഞേ. അത് കഴിച്ചേ ഇട്. എന്താ അച്ഛാ, ഞാൻ കുറച്ച് നേരം ഇട്ടോട്ടെ പ്ലീസ് അച്ഛാ. നിങ്ങൾ അതില്ല, ഞാൻ എന്താ നിങ്ങളുടെ ഇട്ടാൽ എനിക്ക് എല്ലാ ക്ലോത്ത്സ് അമ്മ തിരുമ്പാനും ഇട്ടല്ലോ, അതുകൊണ്ടോ പ്ലീസ് അച്ഛാ. ഇട്ടോ. പിന്നെ നാളെ തന്നെ അമ്മൻ്റെ അടുത്ത് കൊടുത്തോളാം, അത് തിരുമ്മിക്കോളൂ. പിന്നെ അതില്ലേ നീ എന്താ ഫുഡ് ഉണ്ടാക്കി വെച്ചിനാ? അതില്ല, ഞാനെന്താ എത്ര നാളായി ഞാൻ ഇതന്നെ തിരുമ്പത്, നിങ്ങൾക്കൊന്ന് തിരുമ്പിയോടെ?
പിന്നെ അതില്ലേ ഞാൻ ഫുഡൊന്നും ഉണ്ടാക്കിയിട്ടില്ല. അതില്ലേ ഞാൻ ഓർഡർ എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്ത് ഫുഡ് ഉണ്ടാക്കാനാ, അതുകൊണ്ട് ഞാൻ ഒന്നും അല്ല ഫുഡൊന്നും ഉണ്ടാക്കിയിട്ടില്ല. അതറിയുന്നു, അതുകൊണ്ടാണ് ഞാൻ ഫുഡ് അവിടുന്ന് കഴിച്ചേ. പിന്നെ അതില്ലേ ഒരു കാര്യം പറയാനുണ്ട്. അതില്ല ആണുങ്ങളൊന്നും ചെയ്യൂലേ ഇങ്ങനത്തെ പണി. അതില്ലേ നിങ്ങളൊന്നും ചെയ്ത് പിന്നെ അതില്ലടി ആ അമ്മൻ്റെ അടുത്ത് പറഞ്ഞ അത് അളക്കിക്കോളൂ. പിന്നെ അതില്ലേ ഞാൻ അങ്ങോട്ട് പോന്ന നിൻ്റെ യൂട്യൂബ് ചാനൽ കൊണ്ട് എനിക്കറിയുന്നു. ഞാൻ അതില്ലേ മോളെ നീ എന്താ വിചാരിച്ചേ ഞാനെന്താ പൊട്ടനായിരുന്നോ? എനിക്കെല്ലാം അറിയായിരുന്നു. യൂട്യൂബ് ചാനലല്ല തുടങ്ങിക്കോ. ഞാനൊന്നും പറയുന്നില്ല. നാളെ അമ്മ വരുന്നുണ്ട്. അമ്മയും യൂട്യൂബ് ചാനൽ തുടങ്ങും, നിങ്ങളെല്ലാവരും യൂട്യൂബ് ചാനൽ തുടങ്ങിക്കോ. ഞാൻ എന്ത് പറയാനാ? ഇങ്ങനത്തെ ഓങ്ങാത്തിലെ ഒരു മനുഷ്യൻ എന്ത് പറയാനാ? അതില്ലേ മോളെ നീ എത്ര വേണമെങ്കിൽ ഓർഡർ ചെയ്തോ, അച്ഛനക്കൊന്നും കൊടുക്കണ്ട. അതില്ലേ നമ്മൾ യൂട്യൂബർ ആണെങ്കിൽ എന്താ നമുക്ക് വ്യൂസറ്റ് കിട്ടൂലോ. ഇങ്ങനത്തെ എന്തോളി പറയാൻ. അതില്ലേ നമ്മളുടെ മോനും വരുന്നുണ്ട്. കേൾക്കൂലല്ലോ, അവിടെ വരുന്നുണ്ടല്ലോ. അതില്ലേ എനിക്കറിയാമല്ലോ, നിൻ്റെ മോനും വരുന്നുണ്ട്, നിൻ്റെ അമ്മൂമ്മയും വരുന്നുണ്ട്. കൃത്യമായി. അതില്ലേ ഇനിയില്ലേ നിൻ്റെ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞിട്ട് പോയിക്കോ. അതില്ലേ ഇനി അമ്മൂമ്മ വന്നില്ലെങ്കിലേ ഇനി ചൂടെടുത്ത് അതില്ലേ നിൻ്റെ അച്ഛൻ്റെ നാക്കിൽ വെക്കും. എന്തായിരുന്നു? അതില്ല എൻ്റെ അച്ഛനും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഞാൻ നാളെ എന്ത് സ്പെഷ്യൽ ഉണ്ടാക്കി വെക്കണം എൻ്റെ മോൾക്ക്. ഓനറിയാലോ, ഓൻ്റെ യൂട്യൂബറിൻ്റെ ഇങ്ങനെ ആക്കിയിട്ട് ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബമ്പർ പ്രാങ്കു അതെല്ലാം ആയിട്ട് ഓൻ്റെ ഭാര്യ വരുന്നുണ്ടല്ലോ. അത് എനിക്ക് സമാധാനമായി. എന്ത് പറയാനാ, ഓൻ്റെ ഭാര്യ എന്നെ വിചാരിക്കും എന്ത് ഇങ്ങനെ. പക്ഷേ എനിക്കറിയാലോ ഓൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട് ഓൻ്റെ ഭാര്യ ഓളുടെ വീട്ടിൽ പോന്നാന്ന്. ഒരു മാസത്തിൽ ഓൾ ഇവിടെ തിരിച്ചു വരാൻ. അപ്പോൾ ഓളുടെ ഭാര്യ ഉണ്ടാവില്ലല്ലോ, അതുകൊണ്ട് എനിക്ക് സമാധാനമായി. ഇങ്ങനത്തെ എന്ത് പറയാൻ. പിന്നെ ഞാനെന്ത് എപ്പോഴും എനിക്ക് ഇങ്ങനെ നിങ്ങളുടെ തിരുമ്പി എൻ്റെ കൈ തന്നെ പോയി എടി. ഞാൻ പറയുന്നില്ലു നിൻ്റെ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞിട്ട് ഏതെങ്കിലും വാഷിംഗ് മെഷീൻ എന്തെങ്കിലും മേടിക്കുക അറ്റ്ലീസ്റ്റ്. ഞാൻ ഇങ്ങനെ തിരുമ്പിക്കൊണ്ടിരുന്ന എൻ്റെ കൈയിൻ്റെ നീര് എനിക്കറിയാമല്ലോ. നമ്മൾ ഡോക്ടറിൻ്റെ അടുത്ത് പോയിട്ട് എനിക്കറിയാമല്ലോ. അമ്മ അതെല്ലാം അറിയാം, പക്ഷെ അച്ഛനക്കറിയില്ലല്ലോ. നിങ്ങളൊന്നും വായമുണ്ടായിരുന്ന എനിക്ക് ഇവിടെ എനിക്ക് എൻ്റെ യൂട്യൂബിനെല്ലാം എന്തോ കാര്യം തിങ്കിക്കാനുണ്ട്. നിങ്ങൾ അറ്റ്ലീസ്റ്റ് അകറ്റി വിട്. അച്ഛൻ വരട്ടെ അല്ലെങ്കിൽ അച്ഛൻ പോട്ടെ. പിന്നെ അച്ഛന് മോൻ്റെ കാര്യം പറയാൻ മീശ വളർത്താനല്ല, അത് അച്ഛൻ്റെ കാര്യമല്ലേ. അച്ഛനക്കറിയാമല്ലോ മോനിപ്പോൾ കല്യാണം കഴിച്ച കുട്ടിയായപ്പോൾ ഓന് ഭർത്തക്കാരമായി ഓനക്ക് മീശയെല്ലാം ഉണ്ടാവും. നിങ്ങൾ അതിനെന്തിനാ പേടിക്കുന്നത്? ഞാൻ എൻ്റെ മോൾക്ക് മീശ വരുന്നവരെ ഞാൻ എന്തിനാ പേടിക്കുന്നത്? അതില്ല, ഞാനൊരു കാര്യം പറയാം. നീ ഇപ്പോൾ പോയിട്ട് പറ. അതില്ലേ ഞാൻ അതിനേശം നീ ഷോർട്സ് ഉണ്ടാക്കും. നീ ഒന്ന് പോയിട്ട് പറഞ്ഞേ. ഞാൻ പറഞ്ഞോളാം. അതില്ല എല്ലാവരും വിചാരിക്കട്ടെ നമ്മൾ യൂട്യൂബർ ഫാമിലിയാണ്. ചെയ്തോ പോയിട്ട് പറ. എൻ്റെ മോനാണല്ലോ വരുന്നാണല്ലോ. ഞാൻ ഈ കുക്കിംഗ് ചാനൽ തുടങ്ങാം. അപ്പോൾ ശുഷിയും ഗീതയും എല്ലാവരും അറിയട്ടെ ഞാനൊരു യൂട്യൂബർ ഫാമിലിയാണല്ലേ. പക്ഷേ എൻ്റെ ഭർത്താവിനെ വന്നിട്ട് ഒരു കാര്യമില്ലല്ലോ. വിളിക്കുന്ന എൻ്റെ മോന് ഇത്ര നാളായി. ഹലോ മോനെ. അമ്മായ എടാ ഞാൻ നിൻ്റെ അമ്മയാ. ഇന്നത്തെ ചെയ്യാൻ ഷോർട്സ് ആക്കിയില്ലല്ലോ. നീ പോടാ. അതില്ലേ നീയല്ലേ നിൻ്റെ കോണ്ടിനൻറ്റ് കേണൽ അങ്ങനെയെല്ലാം പറഞ്ഞിട്ടല്ലേ നീ ഇങ്ങനത്തെ വീഡിയോ എല്ലാം ഉണ്ടാക്കിയിട്ട് എനിക്കെല്ലാം വ്യൂസ് ഉണ്ടല്ലോ, നമുക്കൊന്നും വ്യൂസ് ഇല്ല. അതില്ലേ ഞാൻ യൂട്യൂബ് ഉണ്ടാക്കുന്നത് എന്താണെന്നറിയോ? അതില്ല എല്ലാവരും മുമ്പ് അറിയണം. ശുചിയും ഗീത എല്ലാവരും അറിയണം ഞാനൊരു യൂട്യൂബർ ഫാമിലിയിലാണ് പെട്ടിന്. അതില്ല ഓർക്കല്ല യൂട്യൂബ് ഉണ്ടെന്ന് എനിക്കറിയാമല്ലോ. കുക്കിംഗ് ചാനലോടാ. അതില്ല ഞാൻ വിചാരിച്ച എനിക്ക് നാളെ തന്നെ കുക്കിംഗ് ചാനൽ ഉണ്ടാക്കിയത്. പക്ഷേ നീ വരുന്നതുകൊണ്ടല്ലേ എനിക്ക് ഉണ്ടാക്കാനൊന്നും പറ്റാത്ത.
നീ വന്നാൽ നീ തിന്നിട്ടുള്ള നീ രാവിലെ അല്ലേ പറഞ്ഞേ? ആ വന്നോ. ഓ നിൻ്റെ അച്ഛൻ്റെ ഒരു കറി അതില്ല നമ്മളെല്ലാവരും ആക്കിയാലും എന്താ അതില്ല അറ്റ്ലീസ്റ്റ് അതൊക്കെ കഴിഞ്ഞിട്ട് തിന്നോടെ. അതൊന്നും പറയാൻ യൂട്യൂബ് ഉണ്ടാക്കിയിട്ട് ഒന്നും കേൾക്കുകയില്ല. ഇപ്പം അച്ഛനും യൂട്യൂബർ ഒന്നും ആയില്ല, ഇങ്ങനെ നമുക്കെല്ലാവർക്കും യൂട്യൂബറാവാം. അപ്പം എല്ലാവരും വിചാരിക്കട്ടെ നമ്മൾ യൂട്യൂബർ ഫാമിലിയാണ്. ആന്ന് അതിൻ്റെ ഒരു അച്ഛൻ്റെ ഒരു കളി എനിക്ക് ദേഷ്യം വന്നിട്ടില്ല, ഒന്ന് കൊടുക്കാനെന്നാണ് വിചാരിക്കുന്നത്. പിന്നെ അതില്ലേ എന്ത് ഞാൻ പറയുന്നില്ല, നിൻ്റെ ഭാര്യക്ക് കൊടുക്കല്ലേ? ഓ നിൻ്റെ ഭാര്യക്ക് കൊടുക്കുന്നല്ല, എൻ്റെ എല്ലാം കേൾക്കാനല്ലേ. ഓ എനിക്കൊന്നും മിസ്സിങ് അല്ല, നിന്നല്ലേ മിസ്സിങ്. ഓ ഞാൻ ഓളെ ജനിച്ചിനെ അല്ലല്ലോ. ഇങ്ങോട്ട് വാ, നാളെയല്ലേ വരുന്ന, ഇന്ന് ഫ്ലൈറ്റ് കയറിയല്ലേ. ഇപ്പൊ സമയം എത്രയായി? ഓ അവിടെ അത്ര സമയമില്ലോ അല്ലേ. എന്നാ നീ നാളെ വിളിച്ചോ. എവിടോ മോടെ നമ്മളെല്ലാവരും സുഖമാണ്. അതല്ല ഞാൻ ഇനിയും നിൻ്റെ ഭർത്താവിനെല്ലാം മിസ്സിങ് ആയിരുന്നു. എന്നാൽ ശരി മോളെ, ഞാൻ വെക്കട്ടെ, എനിക്ക് കുറേ പണിയെല്ലാം ഉണ്ട്. ശരി കേട്ടാ. എന്താ പ്രസ് ചെയ്തിന്? ഡിസ്പ്ലേ അയ്യോ, ഞാനെന്തോ പ്രസ് ചെയ്തിന് ഒന്നാവില്ലല്ലോ. ഒന്നാവില്ലേ? ഓക്കെ, ഡിസ്പ്ലേ അമർത്തോ എൻ്റെ ഫോണിൽ. ഇത് പറയാനോലി ഓനും സിമ്മി കൊടുക്കില്ല എന്ന് പറഞ്ഞിട്ട് ഓളി കൊടുത്ത്. ഒന്ന് പറയാനോലി. ഓള് വരുന്നൊരു യൂട്യൂബ് ചാനൽ ഉണ്ടാക്കാം. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നിങ്ങളിപ്പോൾ എൻ്റെ ഫസ്റ്റ് ഷോർട്സ് കണ്ടിട്ടുണ്ടാവും, ചിലപ്പോൾ ആരും കാണുന്നില്ലേക്കും അല്ലേ. അപ്പോൾ ഇതെൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ്. ഞാൻ ഈ ചാനൽ തുടങ്ങിയിട്ട് കുറേ ആയിട്ടൊന്നുമില്ല, പക്ഷെ തുടങ്ങണമെന്ന് പറഞ്ഞിട്ട് ഇപ്പം തുടങ്ങിയേ. അപ്പോൾ ഞാനിത് പറഞ്ഞിട്ട് നാളെ എൻ്റെ യൂട്യൂബ് ചാനൽ നോക്കിക്കോ. ഇതാണ് എൻ്റെ ചാനലിൻ്റെ പേര്, സുമസ് കുക്കിംഗ് ചാനൽ. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പം നിങ്ങളെല്ലാം ഇഷ്ടമാണെങ്കിൽ അപ്പം ഞാൻ വേഗം ആക്കുന്നില്ല, എൻ്റെ മോളുടെ സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇപ്പോൾ വേഗം എടുക്കുന്നില്ല, ഞാൻ വേഗം എടുക്കുന്ന തന്നെ. പക്ഷെ എനിക്ക് അപ്പോൾ 100 തൊട്ട് പണിയുണ്ട്, നമുക്ക് തിങ്കണല്ലോ എന്തെല്ലാം ഉണ്ടാക്കണ്ടേ. അപ്പോൾ നാളെ വീഡിയോ കാണാം. ബൈ. പിന്നെ ഞാൻ ഷോർട്സും പിന്നെ എൻ്റെ മോൻ്റെ കൂടെ ഇങ്ങനെ വീഡിയോസ് ഷോർട്സ് ഇതെല്ലാം ഉണ്ടാക്കും. അപ്പോൾ അതിൻ്റെ റെസിപ്പി അങ്ങനെയെല്ലാം ഉണ്ടാവും. പിന്നെ നാളെ ചിക്കൻ റെസിപ്പി ആക്കാം. ചിക്കൻ റെസിപ്പി ആക്കുന്നത്. അപ്പോൾ ചിക്കൻ റെസിപ്പി ആക്കുന്നതിൻ്റെ ഇവിടെ ഉണ്ട്, ഡിസ്ക്രിപ്ഷൻ ഉണ്ടാകുമ്പോഴോ. അപ്പോൾ അത് കാണാം കേട്ടോ. ബൈ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അതും കഴിഞ്ഞ് ചിക്കൻ കറി ഉണ്ടാക്കണം. ഓനക്കല്ലേ ചിക്കൻ കറിയല്ലേ ഇഷ്ടം. അതായിട്ട് ഉണ്ടാക്കാം. എന്ത് പറയാനാ. അമ്മ ആരെ വിളിച്ച? ആര്? ചേട്ടനായിരുന്നോ? ആയിക്കോ. അല്ല, ഞാൻ പറഞ്ഞതേ ഇല്ലു. അതില്ല, സിമ്മി ഫോൺ എടുത്തിട്ടുണ്ടാവില്ലേ? പറ. അതല്ല, എനിക്കെങ്ങനെ അറിയാടി? എല്ലാം പഠിച്ചിട്ട് വെച്ചിട്ടുണ്ടല്ലേ. നമുക്ക് പെണ്ണിൻ്റെ അടുത്ത് സംസാരിക്കണ്ടേ? ചെയ്യുന്നല്ലേ. അതില്ല എടി, എനിക്കൊരു ഡാൻസ് പഠിപ്പിച്ചറിയുന്നത് ഇങ്ങനെയില്ലേ, ഭരതനാട്യം. എനിക്കൊന്നും ഭരതനാട്യം ഒന്നും അറിയില്ലല്ലേ. എന്ത് പറയാനാ. അറിയില്ലേ, മോന് വരുന്ന എന്തെങ്കിലും ഉണ്ടാക്കണ്ടല്ല. എന്ത് പറയാനാ.
ഓക്കെ ഗായ്സ്, അപ്പോൾ നിങ്ങളെ വീഡിയോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും. ഇത് പാർട്ട് 3 ആണ്. അപ്പോൾ പാർട്ട് 2 പിന്നെ പാർട്ട് 1 ഞാൻ ഇന്നലെയാണ് ചെയ്തിരുന്നത്. അപ്പോൾ ഇന്ന് പാർട്ട് 3ൻ്റെ ആയിരുന്നു ചെയ്യുന്നത്. അപ്പോൾ പാർട്ട് 4 ചെയ്യാൻ പറ്റൂല എന്ന് എനിക്കറിയാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം. ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ എന്തെങ്കിലും ഐഡിയാസ് വന്നാൽ അതിൻ്റെ കോമെൻസിലൊന്ന് പറയണേ. പിന്നെ ലൈക്കും കിട്ടുക. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും പോലീസ് സ്റ്റേഷൻ അല്ലെങ്കിൽ അങ്ങനെ ഇങ്ങനെ എന്തെങ്കിലും ഒരു കോണ്ടൻറ്റ് കിട്ടിയാൽ, ഇപ്പോൾ ഐഡിയാസ് കിട്ടിയാൽ അതൊന്ന് പറയണേ. ബൈ.